വലതുചാ കളത്തിലിറക്കി പരീക്ഷിക്കുകയാണ് ഇടതുമുന്നണി. ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തെയും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഒരു മന്ത്രി, ഒരു രാജ്യസഭാ MP, 3 MLA മാർ എന്നിവരെ കളത്തിലിറക്കുന്നു CPIM. മുൻ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രനെയും ദേശീയ നിർവാഹക സമിതി അംഗം ആനി രാജയെയും മുൻ മന്ത്രി VS സുനിൽകുമാറിനെയും അംഗത്തിനിറക്കിയാണ് CPI-യുടെ പോർവിളി. സിറ്റിംഗ് MP-മാരുടെ കോട്ടകൾ പിളരുമോ? വയനാട്ടിലടക്കം ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാക്കൾ ഏറ്റുമുട്ടുമ്പോൾ മുന്നണികൾ ആർക്കെതിരെ? എന്തു പറഞ്ഞാണ് പ്രചരണം നയിക്കുക? സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ച ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ ഇടതിന്റെ പടക്കുതിരകൾക്ക് കഴിയുമോ? രാഹുലും ശബരിമലയും സൃഷ്ടിച്ച തരംഗം ഇക്കുറിയും നിലനിർത്താൻ രാഹുലിന്റെ പടയാളികൾക്ക് എന്ത് കരുക്കൾ ബാക്കി? ചോദ്യം ഇതാണ്. കരുത്തരെങ്കിലും കരുക്കൾ എന്തുണ്ട് കളത്തിൽ? അതിഥികളായ നമുക്കൊപ്പം CPI-യിൽ നിന്നും ജിസ്മോൻ, കോൺഗ്രസിൽ നിന്നും ശബരിനാഥൻ, BJP-യിൽ നിന്നും PR ശിവശങ്കർ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ A സജീവനും ചേരുന്നു. ആദ്യം ജിസ്മോനിലേക്ക്. ജിസ്മോൻ, ഇപ്പോൾ CPI-യുടെ സ്ഥാനാർത്ഥി പട്ടികയും ഏകദേശം എത്തി. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ. പക്ഷേ ഒരു സംശയം, വയനാട്ടിൽ ദേശീയ നിർവാഹക സമിതി അംഗമായ ആനി രാജ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. എന്താണ് വോട്ടർമാരോട് പറയാൻ പോകുന്നത്, ചുരുങ്ങിയ പക്ഷം വയനാട്ടിലെങ്കിലും? ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത് CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിന് പാർട്ടി കമ്മിറ്റികൾ തീരുമാനമെടുത്ത് ഔദ്യോഗികമായി പൂർത്തീകരിക്കേണ്ട ചില പ്രൊസീജിയറുകൾ ബാക്കി നിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ CPIയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കമ്മിറ്റികൾക്കാണ് പേര് പ്രപ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ജില്ലാ കമ്മിറ്റികളോട് പേര് നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ആ പേരുകൾ, നിർദ്ദേശിക്കപ്പെട്ട പേരുകൾ പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ അംഗീകരിച്ച പേരുകൾ പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ചാണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. 27-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും കേരളത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ ഇവിടെ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുകയും ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാകുന്നത്. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി മാറുകയാണ്. ഫാസിസ്റ്റ് കക്ഷികൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും അതുപോലെ തന്നെ ജനാധിപത്യ മൂല്യങ്ങളുമെല്ലാം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെ രാജ്യത്തെ ഒരു മതേതര രാജ്യമായി, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മതേതര രാജ്യമായ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ സംഘപരിവാറും കേന്ദ്ര ഗവൺമെന്റും സാഹചര്യത്തിലാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുന്നതോടുകൂടി മതേതരത്വത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് CPI കരുതുന്നുണ്ടോ ജിസ്മോൻ? തീർച്ചയായും ഞങ്ങൾ പറയുന്നത് സാധാരണഗതിയിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമായിരിക്കും മിക്കവാറും മുന്നണികൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സീറ്റുകളുടെ എണ്ണം വെച്ചെല്ലാം മുന്നണികൾ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഇത്തവണ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ത്യ മുന്നണി രൂപീകരിക്കുകയും BJP-ക്കെതിരായി ചിന്തിക്കുന്ന മതേതര ശക്തികളെയും ജനാധിപത്യ വിശ്വാസികളെയും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് BJP-ക്കും വർഗീയതയ്ക്കും ഫാസിസത്തിനും എതിരായി ചിന്തിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഒത്തൊരുമിപ്പിച്ച് ഒരു ദേശീയ നിർവാഹക സമിതി അംഗം ആനി രാജയെ കുറിച്ച് പറയുന്നതിന് ജിസ്മോന് പരിമിതിയുണ്ടെന്ന് എനിക്കറിയാം. കാര്യം പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനമായില്ല. പക്ഷെ ഒരു ദേശീയ നിർവാഹക സമിതി അംഗത്തെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ നിർത്തുന്നതിലൂടെ ഇടതുമുന്നണി കൊടുക്കുന്ന സന്ദേശം എന്താണ്, CPI കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നതാണ് എൻ്റെ ചോദ്യം. അല്ല, എനിക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ്സാണ് അഭിപ്രായം പറയേണ്ടത്. കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്. BJP-ക്കെതിരായിട്ട് കോൺഗ്രസിനെ നയിക്കേണ്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി എവിടെയാണ് മത്സരിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ മത്സരത്തിലൂടെ
അല്ല, ഞാൻ ആ വിമർശനം ഉൾപ്പെടെ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ തവണ 2019 രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ച രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. 2019 സാഹചര്യത്തിൽ നിന്ന് 2024 വരുമ്പോൾ ഏറെ വ്യത്യാസമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഉത്തരേന്ത്യ അടക്കമുള്ള BJP ഏറ്റവും ശക്തമായി ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് സീറ്റുകൾ നേടുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മത്സരിക്കാതെ ഇടതുപക്ഷത്തിന് ഏറ്റവും ശക്തമായ വേരോട്ടമുള്ള ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷം ജയിച്ചു വരാൻ കഴിയുന്ന, പ്രത്യേകിച്ച് BJPക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടങ്ങൾക്ക് രാജ്യത്ത് നേതൃത്വം കൊടുക്കുന്നതിന് ഇടതുപക്ഷം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് നമുക്ക് ആർക്കും തർക്കമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. അദ്ദേഹം ഉത്തരേന്ത്യയിൽ മത്സരിക്കുകയും BJPക്കെതിരായി ശക്തമായ ഒരു ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം വളരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് അതാണ് ഇടതുമുന്നണി സ്വീകരിച്ചിരുന്ന നിലപാട്. ആ നിലപാടിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അത് പക്ഷേ 2019 അദ്ദേഹം സിറ്റിംഗ് MP ആയതോടുകൂടി ആ ചോദ്യം അവിടെ അപ്രസക്തമായി വഴിയിൽ കളയേണ്ടി വന്നു. പക്ഷേ 2024 ആ സിറ്റിംഗ് MP ആയ രാഹുൽ ഗാന്ധി മതേതരത്വത്തെ സംരക്ഷിക്കാൻ ഭാരത് ന്യായ യാത്ര നടത്തി. വരാൻ പോകുന്ന 3-ാം തീയതി പട്നയിൽ ഒരു ജൻ വികാസ് റാലി നടത്തി. ആ റാലിയിൽ D. രാജ പങ്കെടുത്ത് നരേന്ദ്രമോദിക്കെതിരായ വിധിയെഴുത്തിൽ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ഈ സംസ്ഥാനത്ത് വയനാട്ടിലെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആനി രാജ, അതേ D. രാജയുടെ പത്നിയും അതേ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവും മത്സരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ. അതിവിടെ ഒരു വലിയ പൊരുത്തക്കേടുണ്ടാവുന്നില്ല. അത് എങ്ങനെ വിശദീകരിക്കും എന്നതാണ് എൻ്റെ ചോദ്യം. ഇതൊക്കെ വോട്ടർമാരോട് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അത് വയനാട്ടിലല്ല, അത് ഒരു UDFന്റെ ഉറച്ച മണ്ഡലമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ ഒന്നും ബാധിക്കില്ലായിരിക്കാം. പക്ഷേ ഇത് കേരളം ഒട്ടാകെ വലിയ വിഷയമല്ലേ? അല്ല, ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് മാറും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു. കാരണം BJPക്കെതിരായി വലിയ ഒരു പ്രതിപക്ഷ ബദൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ബദൽ ഉയർന്നു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ UDFന്റെ വികാരം ഉണ്ടായത്. അത് നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ ചർച്ച ചെയ്യാം. എന്റെ ചോദ്യം, ഇതിനുള്ളിലെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ഔചിത്യത്തിന്റെ പ്രശ്നമുണ്ടല്ലോ. ഇന്ത്യ മുന്നണിയെക്കുറിച്ച് നമ്മൾ പറയുന്നു, അവിടെ ബീഹാറിൽ 3-ാം തീയതി നിങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിക്കുന്നു, ഇവിടെ നിങ്ങൾ പരസ്പരം അംഗം വെട്ടുന്നു. അതെങ്ങനെ വിശദീകരിക്കും? എന്ത് കരുക്കളാണ് നിങ്ങൾക്ക് ഇവിടെ ഈ BJPക്കെതിരെ നീക്കാനുള്ളത്? ഒരുമിച്ച് നീക്കണോ അതല്ല പരസ്പരം വെട്ടി നിന്ന് നിങ്ങൾ കരുക്കൾ നീക്കണോ എന്നതാണ് ചോദ്യം. ജിസ്മോൻ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് KS ശബരിനാഥനിലേക്ക്. KS ശബരിനാഥൻ, നോക്കൂ, LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയായി കഴിഞ്ഞു. ഇനി അത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് 3 ദിവസം മാത്രം കാത്തിരുന്നാൽ മതി. 27-ാം തീയതിയോടുകൂടി LDFലെ കരുത്തരായിട്ടുള്ള പടക്കുതിരകൾ കളം നിറയും. എവിടെ UDFന്റെ സ്ഥാനാർത്ഥികൾ? നേരത്തെ കളം പിടിക്കേണ്ടതല്ലേ? സിറ്റിംഗ് MP മാരല്ലേ? വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവേണ്ടതില്ലല്ലോ. കണ്ണൂരിലടക്കം KPCC പ്രസിഡന്റ് മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആലപ്പുഴ മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ ഇതാ 3-ാം സീറ്റുമായി ബന്ധപ്പെട്ട് UDFനുള്ളിലും ചില സങ്കീർണതകൾ ഉടലെടുക്കുന്നു എന്നാണ്. വലിയൊരു പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഉറച്ച കോട്ടയായ കേരളത്തിൽ UDFന് LDFനേക്കാൾ മുമ്പേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിയാതെ പോകുന്നത് തിരിച്ചടിയാകുമോ? KS ശബരിനാഥൻ. ഡോക്ടർ, ഒരിക്കലുമില്ല. കോൺഗ്രസ് ഒരു നാഷണൽ പാർട്ടിയാണ്. നാഷണൽ പാർട്ടിയുടെ ചില നിയമങ്ങളും തത്വങ്ങളും അനുസരിച്ചുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ് നടക്കുന്നത്. അത് അനൗൺസ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ആ കാര്യങ്ങൾ നടന്നോളും. പക്ഷേ ഏറെക്കുറെ സ്ഥാനാർത്ഥികൾ ആരാണെന്നുള്ളത് നമുക്കറിയാം. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ CPIയുടെ പട്ടിക കൂടി വന്നതിന് ശേഷം റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകളിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയ എന്തോ ഒരു പട്ടികയായി CPMഉം LDFും മുന്നോട്ട് പോകുന്നു പറഞ്ഞു. ഓരോ പാർട്ടിക്കും ഓരോ മുന്നണിക്കും അവരുടെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാനുള്ള തീരുമാനമുണ്ട്. നമ്മളത് അംഗീകരിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2019 ഇവർ നിർത്തിയതൊക്കെ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെയായിരുന്നു. ഞാനൊന്ന് കണക്കെടുത്ത് നോക്കുകയായിരുന്നു. 2019 5 സിറ്റിംഗ് MP മത്സരിച്ചു, 5 സിറ്റിംഗ് MLA മത്സരിച്ചു, 4 ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ചു, 2 മുൻ മന്ത്രിമാർ മത്സരിച്ചു. അന്ന് ശ്രീ C. ദിവാകരൻ, PK ശ്രീമതി ചെറിയ ആൾക്കാരാണോ? 5 MLA ശ്രീ ആരിഫ്, വീണ ജോർജ്, പ്രദീപ് കുമാർ, PV അൻവർ, ചിറ്റയം ഗോകുമാർ ചെറിയ ആൾക്കാരാണോ? 4 ജില്ലാ സെക്രട്ടറിമാർ, അന്ന് ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ശ്രീ P. രാജീവ്, ശ്രീ സതീഷ് ചന്ദ്രൻ, ശ്രീ P. ജയരാജൻ, ശ്രീ വാസവൻ ചെറിയ ആൾക്കാരാണോ? 5 MP അന്നുണ്ടായിരുന്ന ശ്രീ MP രാജേഷ് അടക്കമുള്ള ശ്രീ PK ബിജു അടക്കമുള്ള നിങ്ങൾ MP മത്സരിച്ചു.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സ്ഥാനാർത്ഥി പാനൽ ഉണ്ടാക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ പറഞ്ഞ് 2019 LDFിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ വീക്കായിരുന്നു, അതുകൊണ്ടാണ് തോറ്റതെന്നുള്ളൊരു ധ്വനി നൽകുന്നത് ശരിയല്ല. തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള ഇലക്ഷനിൽ നല്ല പ്രവർത്തനം നടത്തി പ്രത്യേക കാരണങ്ങൾ കൊണ്ട് UDFന് 19 സീറ്റ് ലഭിച്ചു. ഇത്തവണ അതേപോലുള്ള ആളുകൾ നിങ്ങൾ നിർത്തുന്നു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യവും പ്രവർത്തനം കൊണ്ട് UDFന് കഴിഞ്ഞ തവണത്തെക്കാളും മെച്ചപ്പെട്ട നിലയുണ്ടാക്കി എല്ലാ സീറ്റുകളും ജയിക്കാനുള്ള ഒരു രാഷ്ട്രീയ ചേരുവ ഇപ്പോൾ പണ്ടത്തെക്കാളും ശക്തമായിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണ്. കേരളത്തിനകത്ത് നമുക്കറിയാമല്ലോ, അങ്ങ് തന്നെ സൂചിപ്പിച്ച പ്രത്യേക സാഹചര്യം എന്നുള്ളത് ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു തരംഗമുണ്ടാവുന്നു. അത് കത്തിക്കാൻ ശ്രമിച്ചത് BJP ആണെങ്കിലും വെന്തെടുത്തത് നിങ്ങളാണ്. അങ്ങനെ അതൊന്ന്. രണ്ടാമത്തത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു, വലിയ തരംഗമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി രണ്ടാമത് മത്സരിക്കാൻ വരുമ്പോൾ ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എത്തുന്നത് പോലെയുള്ളൊരു തരംഗമുണ്ടോ? സംശയമാണ്. മറ്റൊന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം, അതില്ല. പക്ഷേ പകരം സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയുടെ വിഷയമുണ്ട്. പക്ഷേ അത് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കുന്നൊരു പാർട്ടിക്ക് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടാൻ പറ്റില്ലല്ലോ. രാഹുൽ ഗാന്ധി പോലും ആ വിഷയം ഉയർത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാനൊരു വിഷയമുണ്ടായിരുന്നു ഇടതുമുന്നണിക്കെതിരെ. ഇത്തവണ എന്തായിരിക്കും ശബരിനാഥൻ, ഇന്ത്യ മുന്നണിയിലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷി കൂടിയായ CPMനെതിരെ കേരളത്തിൽ നിങ്ങൾ ഉയർത്താൻ പോകുന്നത്? വിശ്വാസ പ്രശ്നം ഉയർത്താൻ കഴിയില്ല, സാമ്പത്തിക പ്രതിസന്ധി ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്ക് ഉയർത്താൻ കഴിയില്ല. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ കേരളത്തിൽ ഉയർത്താൻ പോകുന്നത്? അല്ല, ഇതിനകത്തുള്ള സിമ്പിളായിട്ടുള്ള കാര്യം, ഇവിടെ BJPയെ തോൽപ്പിക്കണമെങ്കിൽ കോൺഗ്രസിനെ കഴിയൂ എന്നുള്ളത് ഇന്ത്യയിലെ BJP ഇതര എല്ലാ പാർട്ടികളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ആ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യം വരുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ആ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ്. ഇതിപ്പോൾ ഈ ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയുമായി BJPക്കെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും സംഘപരിവാർ ശക്തികൾക്കെതിരെ സംസാരിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജിസ്മോൻ പറഞ്ഞു അദ്ദേഹം അവിടെ മത്സരിക്കുന്നത് ശരിയല്ല രീതി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം കേരളത്തിൽ വയനാടിൻ്റെ MP ആയതിനു ശേഷം ആ MP സ്ഥാനം പോലും റദ്ദാക്കേണ്ട ഒരു സാഹചര്യം വരെ എത്തി. അപ്പം അങ്ങനെയുള്ള ആ സ്ഥലത്തെ ആളുകളും ജനങ്ങളും പാർട്ടിയും ഒക്കെ ഇടപെട്ട അവസാനം ആ ഒരു വലിയ പോരാട്ടം നടത്തി തിരികെ അദ്ദേഹം MP ആയത്. അപ്പോൾ ആ ഒരു പൊളിറ്റിക്കലായി എല്ലാ തരത്തിലും രാഹുൽ ഗാന്ധി പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വന്ന് മത്സരിച്ചത് വയനാട് സീറ്റ് കോൺഗ്രസിന് സ്വന്തമാക്കാനാണോ അതല്ല രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ എത്തിക്കാനായിരുന്നു? അതാണ് ചോദ്യം. വയനാടിനെ പാർലമെന്റിൽ എത്തിക്കാൻ കോൺഗ്രസിന് രാഹുൽ ഗാന്ധി ഇല്ലാതെയും കഴിയുമായിരുന്നല്ലോ. അപ്പോൾ പ്രശ്നം രാഹുൽ ഗാന്ധി സുരക്ഷിത സ്ഥാനം തേടി വന്നു എന്നുള്ളതാണ്. അത് നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ടാണ് അമേഠിയിൽ പിന്നീട് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും രാഹുൽ ഗാന്ധിക്ക് തലയുയർത്തി പാർലമെന്റിൽ നിൽക്കാൻ കഴിയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലും വീണ്ടും വയനാട് തിരഞ്ഞെടുക്കുമ്പോൾ കൊടുക്കുന്ന സന്ദേശം അതേ അവസ്ഥയാണ് ഉത്തർപ്രദേശിൽ അമേഠിയിൽ എന്നാണ്. അല്ല, ഒരിക്കലുമല്ല. ഇപ്പോഴത്തെ അതിലേക്ക് വളരെ ഏർലി ഡേയ്സ് ആണ്. അദ്ദേഹം എവിടെ മത്സരിക്കും എന്നുള്ളത് പാർട്ടിയും ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഞാൻ പറയുന്നത് ഇത്തവണ ഈ പോരാട്ടത്തിൽ വലിയൊരു അർത്ഥമുണ്ട്. പ്രത്യേകിച്ച് BJPക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയം പറയുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, കേരളമാണെങ്കിലും കർണാടകമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും ആന്ധ്രയാണെങ്കിലും അടക്കമുള്ള സംസ്ഥാനങ്ങളെ വലിയ രീതിയിലുള്ളൊരു പൊളിറ്റിക്കൽ പോരാട്ടം നടക്കുമ്പോൾ അതിൻ്റെ പ്രതിനിധിയായി അവിടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടൊപ്പം, ദക്ഷിണേന്ത്യ കാര്യം ഇന്ത്യക്കാണ്, നമ്മളും ടാക്സ് കൊടുക്കുന്നത്, നമ്മൾ ഈ നാട്ടുകാരല്ലേ. അപ്പോൾ നമ്മളൊരു പ്രതിനിധിയായി ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഇത്തവണ കഴിഞ്ഞ തവണ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ചതിനേക്കാളും കൂടുതൽ രാഷ്ട്രീയമായിട്ടുള്ള പോസിബിലിറ്റിയും രാഷ്ട്രീയമായിട്ടുള്ള അർത്ഥമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തവണ പ്രചരണത്തിന്റെ ദിശ ആർക്കെതിരെയായിരിക്കും? അത് സംസ്ഥാന സർക്കാരിനെതിരെ ആയിരിക്കുമോ അതല്ല കേന്ദ്ര സർക്കാരിനെതിരെ ആയിരിക്കുമോ? ഒരു പരിധിയിൽ കവിഞ്ഞ് നിങ്ങൾ കേരളത്തിനെ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ദേശീയ ലക്ഷ്യം നഷ്ടപ്പെടും. അങ്ങനെ ഒരിക്കലുമില്ല. അത് നമ്മൾ പറയേണ്ട രാഷ്ട്രീയം കൃത്യമായിട്ട് കോൺഗ്രസ് പറയുന്നുണ്ട്. ഇവിടെ BJPക്കെതിരെയുള്ള രാഷ്ട്രീയം പറയുന്നുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസിന് സീറ്റുകൾ കൂടി കോൺഗ്രസിൻ്റെ മുന്നണി മുന്നിൽ വരണം എന്നുള്ള രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കും. അതോടൊപ്പം കേരള സർക്കാരിൻ്റെ നെറുകേടുകൾക്കെതിരെയുള്ള തീർച്ചയായിട്ടും ഒരു വോട്ട് ഉണ്ടാകുന്ന കാര്യത്തിൽ ഞാനൊരു ചോദ്യം കൂടി ചോദിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ കൂടി മികച്ച സീറ്റും ഒപ്പം തന്നെ വോട്ട് ഷെയറും കോൺഗ്രസിനുണ്ട്. പക്ഷേ അങ്ങനെയല്ല CPMന്റെയും CPIയുടെയും അവസ്ഥ. കൂടുതൽ റീജിയണലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള പാർട്ടികൾ ഉണ്ടാവുന്നതിനോടൊപ്പം ദേശീയ പാർട്ടികളായി ഇടതുമുന്നണി പാർട്ടികളും നിലനിൽക്കണമെന്നുള്ളത് കോൺഗ്രസിൻ്റെ കൂടെ നിലപാടല്ലേ? ഒരു ഇടതുമുന്നണി മുക്തമായിട്ടുള്ള കോൺഗ്രസിനെ അല്ലെങ്കിൽ ഭാരതത്തെ നിങ്ങളും കാണുന്നില്ലല്ലോ. അപ്പോൾ CPMന് 4 സീറ്റെങ്കിലും ലഭിക്കുക എന്നുള്ളത് തത്വത്തിൽ കോൺഗ്രസിൻ്റെ കൂടി ഒരു ആഗ്രഹമാകേണ്ടതായിരുന്നില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം.
അല്ല, മൾട്ടി പാർട്ടി സിസ്റ്റം വേണമെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഒരു ഡെമോക്രാറ്റിക് സംവിധാനത്തിനും ആവശ്യമുള്ളതാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് അവർക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ന്യായീകരിക്കുന്നതിന് കാര്യമില്ല. അവർ പൊരുതി ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ. അത് കേരളത്തിൽ മാത്രമല്ലോ, തമിഴ്നാട്ടിൽ ഇപ്പം നമ്മളോട് നിൽക്കുന്ന 2 സീറ്റ് അവർക്ക് ഇപ്പോൾ മുന്നണിയുടെ ഭാഗമായി കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ വരുമ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണി എന്നുള്ള സംവിധാനമില്ല. ഇവിടെ കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കോൺഗ്രസും CPM പോകുന്നുണ്ട്. അതേപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ആം ആദ്മി പാർട്ടിയായിട്ടുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു. സമാജ്വാദി പാർട്ടിയുടെ കാര്യത്തിലും ജെഎംഎമ്മിന്റെ കാര്യത്തിലും കോൺഗ്രസിന് മേധാവിത്വം നേടാൻ കഴിഞ്ഞു. അത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾക്ക് ജ്വലനം വേഗം വരുന്നു എന്നുള്ളതും വളരെ പ്രതീക്ഷയുള്ള കാര്യമാണ്. ശബരിനാഥൻ, ഞാൻ തിരിച്ചു വരാം 2ാം റൗണ്ടിൽ. അങ്ങ് ആദ്യം പറഞ്ഞതിൽ നിന്ന് 2 കാര്യങ്ങൾ ബോധ്യമായി. കൃത്യമായ രാഷ്ട്രീയം BJPക്കെതിരെയും ഒപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇടതുമുന്നണിക്കെതിരെയും സർക്കാരിനെതിരെയും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകണം എന്നതായിരിക്കും. പ്രധാനമായും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആ അജണ്ടയും പ്രചരണവും എന്താണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. അവിടെ നിങ്ങൾ ഇടത് സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരാജയം എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ട് ഏറ്റവും വലിയ ഒരു ഒറ്റ പാർട്ടിയായി കോൺഗ്രസ് വരണമെന്ന രാഷ്ട്രീയമായ ചോദ്യമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ BJP പ്രതിനിധിയിലേക്ക് കൂടി ഒന്ന് പോയി. അതിനുശേഷം വേള വേണം എനിക്ക്. നോക്കൂ, PR ശിവശങ്കർ, അഴിമതിക്ക് പേര് കേട്ട കേന്ദ്രഭരണം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്കു കൂട്ടരെ എന്ന് മുദ്രാവാക്യവുമായിട്ട് യാത്ര ആരംഭിച്ചിട്ടുണ്ട് BJP. അബദ്ധം പറ്റിയതാണെന്നാണ് വിശദീകരണമെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അതങ്ങ് വിശ്വസിച്ചാലോ? ഡോക്ടർ അരുൺ, എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത് തന്നെ BJPക്കെതിരെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഒരു സംഘടനാപരമായോ പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള BJPയിൽ വരുന്ന ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ അത് കാണിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാമെന്നാണ് UDFും LDFും കരുതുന്നതെങ്കിൽ സത്യത്തിൽ അവരുടെ കഴിവുകേടാണ്. അവര് തെറ്റായ പാതയിലാണ്. അതല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകുക BJPയെയോ നരേന്ദ്രമോദിയോ തകർക്കുവാനായിട്ട് CPMനോ കോൺഗ്രസിനോ രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങളില്ല. ഞങ്ങളുടെ ചില പ്രവർത്തകർ നൽകിയ ചെറിയ തെറ്റുകൾ മാത്രമാണ് അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യമെങ്കിൽ അവരോട് എനിക്ക് സഹതപിക്കുകയേ വഴിയുള്ളൂ. പക്ഷെ രാഷ്ട്രീയം അതല്ലല്ലോ. രാഷ്ട്രീയം മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി ഇത്തരത്തിലുള്ള ഒരു ചെറിയ രാഷ്ട്രീയമല്ല മലയാളികൾ ചിന്തിക്കുക എന്ന് ഞാൻ ഇവിടെ കേരളത്തിൽ മത്സരിക്കുന്നത് ശശി തരൂരാണ്. ശശി തരൂരിനെ നേരിടാൻ വരുന്നത് രാജീവ് ചന്ദ്രശേഖരാണെന്ന് അറിയുന്നു. ഒപ്പം തന്നെ പന്ന്യൻ രവീന്ദ്രനുണ്ട്. ആറ്റിങ്ങലിൽ മന്ത്രി തന്നെ മത്സരിക്കാനെത്തുന്നു. പക്ഷേ അവിടെ ശക്തരായിട്ടുള്ള പോരാട്ടം മറുഭാഗത്തുമുണ്ട്. അപ്പോൾ 3 മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ സാന്നിധ്യമുണ്ട്. പത്തനംതിട്ടയിലേക്ക് മത്സരിക്കാൻ വരുന്നത് ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ളയാണെന്ന് അറിയുന്നു. അവിടെ കുമ്മനത്തേക്കാൾ PC ജോർജിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അദ്ദേഹത്തിനാണെന്ന് കേൾക്കുന്നു. അപ്പോൾ 3 മണ്ഡലങ്ങളിലെങ്കിലും വളരെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ്. പക്ഷേ ഇന്ന് പ്രമോദ് സാവന്ത് പറഞ്ഞിരിക്കുന്നത് 10 മണ്ഡലങ്ങൾ കേരളത്തിൽ BJP മോദി ഗ്യാരണ്ടിക്കൊപ്പം നേടിയെടുക്കുമെന്നാണ്. അതൊക്കെ ഒരു കടന്ന കൈയായി പോയില്ലേ PR ശിവശങ്കർ? തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും മോശമെന്ന് വിശ്വസിക്കുന്ന പല സ്ഥലങ്ങളിലും രാഷ്ട്രീയക്കാർ മത്സരിക്കുന്നത് വിജയിക്കാനാണ്. പിന്നെ ലാസ്റ്റ് മിനിറ്റ് കോമ്പിനേഷൻ എങ്ങനെയാവും നമുക്കറിയില്ല. തിരഞ്ഞെടുപ്പിന്റെ പല സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ രാഷ്ട്രീയമായിട്ട് അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ഷാജിയുടെ പ്രസംഗം, ആ പ്രസംഗത്തിന്റെ ഉള്ളുകള്ളികൾ, അതിലെ UDF നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിലെ തന്നെ ഒരു വലിയ വിഭാഗം മുസ്ലിം ലീഗിനെ 2 സീറ്റ് ഒഴിച്ചിട്ട് മറ്റുള്ള സ്ഥലത്ത് UDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അത്തരത്തിൽ കാരണം മുസ്ലിം ലീഗ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ കോൺഗ്രസിനെ പൂർണ്ണമായി തകർക്കുന്ന ഒരു വലിയ രാഷ്ട്രീയം ആണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഘടനാപരമായി ചിന്തിക്കാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിലെ ഒരു മാർക്സിസ്റ്റ് മാണി മുസ്ലിം ലീഗ് സഖ്യം അതാണ് ഈ ഉരുത്തിരിയാൻ പോകുന്നത് അടുത്ത രാഷ്ട്രീയത്തിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഘടകകക്ഷി തന്നെ പൂർണ്ണമായിട്ട് പോവുകയും രാഷ്ട്രീയമായി UDFന്റെ നിലനിൽപ്പ് നഷ്ടപ്പെടുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് ഈ LDFനും UDFനും രാഷ്ട്രീയമായും സംഘടനാപരമായും നേതൃത്വപരമായും ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അത് UDFനെ സംബന്ധിച്ചോളം കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസിന് ടോട്ടലി ഇന്ത്യയിൽ ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് മാത്രമല്ല
ഈ തിരഞ്ഞെടുപ്പിൽ ഒരു അല്പമെങ്കിലും മേൽക്കൈ കിട്ടേണ്ടത്. ഇപ്പൊ ശബരിയുടെയൊക്കെ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലായി, ഇവിടെ ഈ ഉത്തരേന്ത്യയിൽ നിന്നൊന്നും രക്ഷയില്ല, ഇപ്പൊ തെക്കേ ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് അല്പമെങ്കിലും പ്രതീക്ഷയുള്ളതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കേരളത്തിൽ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ കേരളത്തിൽ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം. പക്ഷേ അവിടെ UDF-ന്റെ കൂടെയുള്ള മുസ്ലിം ലീഗ് എങ്ങനെ പെരുമാറുമെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. LDF-നെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും രാഷ്ട്രീയമായും ഭരണപരമായും സംഘടനാപരമായും ദേ ആർ ഇൻ എ വെർട്ടിക്കൽ ഒരു സ്പ്ലിറ്റിന്റെ ഒരു മുന്നിലാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ, അത് പൂർണ്ണമായി പരാജയപ്പെട്ടാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത ഒരു SFIന്റെ ഒക്കെ ചോദ്യം ചെയ്യലിനെ എങ്ങനെയാണ് CPM-ഉം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും നേരിടുക എന്നുള്ളതിന് വലിയ പ്രശ്നങ്ങളുണ്ട്. അവിടെയും അത്ര ഒരു എന്താ സേഫ് അല്ല പലരുടെയും പോസ്റ്റുകൾ. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് LDF-നും UDF-നും വിജയിക്കുക എന്നുള്ളത് രാഷ്ട്രീയപരമായും LDF-ന് ഭരണപരമായും നേതൃത്വപരമായും എല്ലാം പ്രശ്നത്തിലാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം LDF-നെ സംബന്ധിച്ചിടത്തോളം അഴിമതി സാർവത്രികമാക്കിയ, അതുപോലെ തന്നെ പട്ടിണി സാർവത്രികമാക്കിയ, സഹകരണ മേഖല തകർത്ത, ഒരു കർഷകരെ ദ്രോഹിച്ച, പെൻഷൻ തകർത്ത, അതുപോലെ തന്നെ തൊഴിലാളികളെ ദ്രോഹിച്ച, കള്ളക്കടത്തിന് CM-ന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വരെ അകത്തിടേണ്ടി വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം മലയാളികൾ മനസ്സിലാക്കില്ല എന്നാണ്. എത്ര വലിയ സ്ഥാനാർത്ഥികളെ നോക്കൂ, ഇലക്ടറൽ ബോണ്ടിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത പ്രഹരമേൽക്കേണ്ടി വരുന്നു. ചണ്ഡീഗഡിലെ മേയർ തിരഞ്ഞെടുപ്പിൽ വീണ്ടും സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത പ്രഹരമേൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് കൂട്ടുനിന്ന, അഴിമതിക്ക് കൂട്ടുനിന്ന, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു ഭരണാധികാരിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് UP-യിൽ അസാധ്യമെന്ന് കരുതിയ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇങ്ങ് ആസാമിലേക്ക് വന്നാലും പഞ്ചാബ് ഒഴികെ ഡൽഹിയിലും ആസാമിലും ഗുജറാത്തിലും ആം ആദ്മി പാർട്ടിയുമായും കൈകോർത്തിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണി ശക്തമാവുന്നതിന് സൂചനകൾ ബീഹാറിൽ, ഒപ്പം തന്നെ ജാർഖണ്ഡിലും ഒക്കെ കാണുന്നു. കേരളത്തിൽ അവർ പരസ്പരം മത്സരിക്കുന്നത് വലിയൊരു ആത്മവിശ്വാസത്തിലാണ്. BJP-ക്ക് ഇക്കുറിയും അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. ഒരിടത്തും BJP-യെ ഈ വോട്ടർമാർ പിന്തുണയ്ക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ്. അവിടെയാണ് എൻ്റെ ചോദ്യം, എന്ത് ആത്മവിശ്വാസമാണ് രണ്ട് സഹമന്ത്രിമാരെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും മത്സരിപ്പിക്കാൻ BJP-ക്കുള്ളത്? ഞാൻ ചോദ്യത്തിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. ഈ ആം ആദ്മി പാർട്ടിയായിട്ടും സമാജ്വാദി പാർട്ടിയായിട്ടും കോൺഗ്രസ് ചോദ്യം അങ്ങ് ഓർമ്മിച്ചോളൂ, ഞാൻ അങ്ങിലേക്ക് തന്നെ മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള, ഷോർട്ട് ബ്രേക്ക്. CPI കൂടി സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടുകൂടി ചോദ്യം ഇതാണ്, കരുത്തരിറങ്ങുന്നു പക്ഷേ കരുക്കളായോ എന്നാണ്. PR ശിവശങ്കർ, അങ്ങേക്ക് മറുപടി പറയാം. ഞാൻ മറുപടിക്ക് തൊട്ടു മുമ്പാണ് ഇടവേളയിലേക്ക് പോയത്. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായി ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ SP-യും കോൺഗ്രസുമായി ചേർന്നാൽ, ഇതാണല്ലോ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന മുമ്പ് ഡോക്ടർ അരുൺ, താങ്കൾക്കൊക്കെ അറിയാമല്ലോ, വെസ്റ്റ് ബംഗാളിലെ കോൺഗ്രസും CPI-യുമായി ചേർന്ന് കഴിഞ്ഞാൽ ഇലക്ഷൻ അതല്ലെങ്കിൽ അവരുടെ പെർസെന്റേജ് ഓഫ് വോട്ട് പ്രകാരം അവർക്ക് 40-ഓ 50-ഓ സീറ്റൊക്കെ കിട്ടേണ്ടതായിരുന്നു. പക്ഷെ എത്ര സീറ്റ് കിട്ടി? ഒരൊറ്റ സീറ്റ് കിട്ടിയില്ലല്ലോ CPM-നും കോൺഗ്രസിനും. അപ്പോൾ ഈ ആം ആദ്മിയും കോൺഗ്രസും കൂടെ ചേർന്നാൽ BJP-ക്ക് വലിയ ഒരു അടിയാകും. അല്ലെങ്കിൽ UP-യിൽ SP-യും കോൺഗ്രസും കൂടെ ചേർന്നാൽ ഇത്തരം കണക്കുകൾക്ക് സത്യത്തിൽ വലിയ ഒരു പ്രസക്തിയില്ല. കാരണം തിരഞ്ഞെടുപ്പിൽ നേതാക്കൾ തമ്മിലുള്ള ചേർച്ചയല്ല, മറിച്ച് അടിത്തട്ടിലുള്ള പ്രവർത്തകര് അവരുടെ ആദർശം, ഇതുവരെ തിരഞ്ഞെടുപ്പിലെ അവർ നേരിട്ട രീതിയും അവരുടെ പല രീതികളും, തിരഞ്ഞെടുപ്പിലെ പല പല കാര്യങ്ങളും, ഇതെല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടെ ചേർന്നാൽ, SP-യും കോൺഗ്രസും കൂടെ ചേർന്നാൽ BJP സമ്പൂർണ്ണമായി തകരും എന്നുള്ള വാദമുഖം പൂർണ്ണമായി ശരിയല്ല. ഞാൻ വെസ്റ്റ് ബംഗാളിന്റെ ഒരു ഉത്തരം കൊണ്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള പുതിയ ആളുകളെ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ തവണയും ആദ്യം ആളുകളെ ആദ്യമായിട്ട് ഇറക്കാറുണ്ട്. കാരണം അതൊരു കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് എ സ്മോൾ ഓർഗനൈസേഷൻ. അവർക്ക് കേരളത്തിൽ ഡിസിഷൻ എടുക്കാം, പോളിറ്റ് ബ്യൂറോ ഒക്കെ ഉണ്ടെങ്കിലും അത് പല കാരണങ്ങൾ കൊണ്ടാണ്. അത് പറയാറുണ്ടല്ലോ, എവരി സ്ട്രെങ്ത് ഈസ് എ വീക്ക്നെസ് ആൻഡ് എവരി വീക്ക്നെസ് ഈസ് എ സ്ട്രെങ്ത്. അപ്പോൾ CPM-ന് അതിന്റെ ചെറുത് അല്ലെങ്കിൽ ഒരു സ്മോൾ ഓർഗനൈസേഷൻ എന്നുള്ളതിന്റെ സ്ട്രെങ്ത് അവർ ആദ്യം ഇറക്കി. പക്ഷെ വലിയ ഓർഗനൈസേഷൻ, അപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും, ഞങ്ങളൊരല്പം വൈകിയാണെങ്കിൽ പോലും വി ഹാവ് എ ഡിഫറൻറ്റ് സ്ട്രെങ്ത് ഉണ്ട്. മറ്റുള്ള സ്ട്രെങ്ത്തിലൂടെ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നേടിയെടുക്കും. കൂടുതൽ സ്ഥാനാർത്ഥികളെ വരും. അത് ഈ 3 സ്ഥാനാർത്ഥികൾ മാത്രമല്ല, ചില സർപ്രൈസ് സ്ഥാനാർത്ഥികളും ഭീഷണിയല്ല എന്നുള്ളതാണ്. സജീവൻ നമുക്കൊപ്പം ചേരുന്നു. സജീവൻ,
നോക്കൂ, ഈ നേരത്തെ ശബരിനാഥൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ CPM-ഉം CPI കളത്തിലിറക്കിയത് ചെറിയ കക്ഷികളല്ലല്ലോ, വലിയ നേതാക്കളാണ്. സിറ്റിംഗ് ആയിരുന്ന 5 MP-മാരെ ഇറക്കുന്നു, MLA-മാരെ ഇറക്കുന്നു, 2 മന്ത്രിമാരെ ഇറക്കുന്നു. അപ്പോൾ മുതിർന്ന നേതാക്കളെ തന്നെയാണ് 2019-ലും കളത്തിലിറക്കിയത്. പക്ഷേ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഒരു തരിയെ മാത്രമേ, ഒരു കനലിനെ മാത്രമേ പാർലമെന്റിലേക്ക് അയക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഇത്തവണ ഇറക്കിയിരിക്കുന്നവരും 2019-ലെ CPM-ന്റെ സ്ഥാനാർത്ഥികളും തമ്മിൽ, അല്ലെങ്കിൽ CPI-ലെ സ്ഥാനാർത്ഥികളും തമ്മിൽ തുലനപ്പെടുത്തിയാൽ മുൻപുണ്ടായിരുന്നതും വലിയ കുറവുള്ള മനുഷ്യരല്ല. അതുകൊണ്ട് ആ രീതിയിൽ കരുത്തരെന്ന് പറയുന്നത് എന്തിനാണ്? മറ്റൊരു രാഷ്ട്രീയ സാഹചര്യത്തെയല്ലേ നേടാൻ പോകുന്നത്? കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്ന നിലപാടിലേക്ക് എത്തുമ്പോൾ അത് കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരെയുള്ള ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ വിധിയായിരിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. എന്താണ് മറുപടി? കരുത്തരെന്ന് പറയുന്നത് അവരുടെ ശാരീരികമായിട്ടുള്ള കരുത്തോ അല്ലെങ്കിൽ അവരുടെ പരിചയസമ്പന്നതയോ ഒന്നുമല്ല. വിന്നബിലിറ്റിയാണ് പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ തവണ മത്സരിച്ച ആളുകളൊക്കെ മോശക്കാരാണ് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ മത്സരിച്ചാലാണോ മറ്റാരെങ്കിലും മത്സരിച്ചാലാണോ വിജയസാധ്യത ഉണ്ടാവുക? കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വരവ്, ഈ ഇവിടെ ശബരിമലയിലെ പ്രശ്നങ്ങൾ, സർക്കാരിനെതിരെയുള്ള കുറേ ആരോപണങ്ങളും പ്രശ്നങ്ങളും, മുഖ്യമന്ത്രിക്കെതിരെ വരെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ള സാഹചര്യത്തിൽ ആണ് ഈ പരാജയം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അതിന് വ്യത്യസ്തമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതേ സമയത്ത് അതിനേക്കാൾ കുറേ കൂടി സാധ്യതയുള്ള, ഇപ്പോൾ നമ്മൾ പല മണ്ഡലങ്ങൾ നോക്കിയാൽ അറിയാം. നേരത്തെ ഇവിടെ രമ്യ ഹരിദാസ് വിജയിച്ച ഈ ആലത്തൂരിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അവിടെ സ്ഥാനാർത്ഥിയായി നിർത്താൻ തീരുമാനിച്ചിട്ടുള്ള രാധാകൃഷ്ണനെയാണ്. കാരണം അദ്ദേഹത്തിനെ അവിടെയുള്ള ജനകീയത അത് ആരേക്കാൾ മറ്റ് ഏത് നേതാവ് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ജനകീയതയുള്ള ഒരാളാണ്, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തുക. അത് കരുത്തിനേക്കാൾ കൂടുതൽ വിന്നബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ജനസ്വാധീനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണ ഇവിടെ LDF നിർത്തിയുള്ള CPM നിർത്തിയുള്ള പ്രത്യേകിച്ചും അവർ ഈ ഓരോ സാധ്യതയും നോക്കി. ഇപ്പോൾ നേരത്തെ ശബരിനാഥ് ചോദിച്ച് ശ്രീമതി ടീച്ചർ മോശമാണോ എന്നാണ്. പക്ഷേ ശ്രീമതി ടീച്ചറുടെ പാർലമെൻറ്റിലെ പ്രകടനത്തെക്കുറിച്ച് വലിയ ഒരു അഭിപ്രായമൊന്നും CPM-കാർക്ക് പോലും ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ അത്ര പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് കുറേ കൂടി സാധ്യതയുള്ള ഒരാളെ നിർത്താൻ അവർ നോക്കുന്നത്. അതോടൊപ്പം വടകരയിൽ അവിടെ ആളുകൾക്ക് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരാളുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ CPM-ൽ ഇപ്പോൾ അങ്ങനെ സ്വാധീനം ചെലുത്താൻ പറ്റുന്നത് ഏതാണ്ട് വടകരയുമായിട്ട് ബന്ധപ്പെട്ട വടകരയും കണ്ണൂരൊക്കെ വളരെയധികം സ്വാധീനമുള്ള നേതാവാണ് ശൈലജ ടീച്ചർ. അങ്ങനെയുള്ള ഓരോരുത്തരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ വെക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് LDF-ന്റെ ഒരു മേൽക്കൈയായിട്ട് നമ്മുടെ ഇവിടെ കാണേണ്ടത്. LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ 3 സ്ത്രീകളെയാണ് നമുക്കതിൽ കാണാൻ കഴിയുക. അതിൽ ആനി രാജ എത്തുന്നു, വയനാട്ടിൽ വിന്നബിലിറ്റി തീരെ കുറവുള്ള മണ്ഡലം. മറ്റൊന്ന് KJ ഷൈനാണ്, എറണാകുളത്ത് വിന്നബിലിറ്റി ഏറ്റവും കുറവുള്ള മണ്ഡലം. പിന്നെ ആകെ വിന്നബിലിറ്റി കൂടുതലുള്ളത് വടകരയിൽ മാത്രമാണ്. തത്വത്തിൽ 20-ൽ 3 പേരെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. എത്ര ശതമാനമാണെന്ന് നോക്കൂ, വളരെ കുറവ് ശതമാനം. അതേസമയം കേന്ദ്രത്തിൽ BJP അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 33% സംവരണം ഉറപ്പാക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നാരീശക്തി കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രധാനമന്ത്രിക്ക്. അപ്പോൾ ഇനി സ്ത്രീപക്ഷ കേരളം എന്നുള്ളൊരു ബാനർ തൽക്കാലം ഈ പട്ടികയിൽ നിന്ന് മാറ്റേണ്ടി വരുമോ? ചുരുങ്ങിയ പക്ഷം ഇടതുമുന്നണിക്കെങ്കിലും. തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സ്ഥിതി ഇതാണ്. UDF-നാണെങ്കിലും LDF-നാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ലീഗിനാണെങ്കിലും CPM-നാണെങ്കിലും CPI-ക്കാണെങ്കിലും ഒക്കെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ സ്ത്രീകളെ നിർത്തുക എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അത് സ്വാഭാവികമായിട്ടുണ്ടാവില്ല. പിന്നെ നിയമം വരുമ്പോൾ, ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ 50% സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ മാത്രമാണല്ലോ അവിടെ സ്ത്രീകൾ വെക്കുന്നത്. അത് ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ 50, 60, 60, 70% സ്ത്രീകൾ വെച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. ഇത്തവണയും ഇങ്ങനെയൊക്കെ ഈ പാർലമെൻറ്റിൽ ഇങ്ങനൊരു ബില്ല് വരുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിൻ്റെ സാധ്യത മുന്നിൽ കണ്ട് ഞങ്ങളിത് ഇത്രയധികം
സ്ത്രീകളെ വെക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്താൻ അവിടെ ഒരു പാർട്ടികളും തയ്യാറല്ല. വളരെ ഇത് പ്രധാനപ്പെട്ട ഇതുകൊണ്ട് കാര്യമാണ്. തന്നെയാണ് അതാണ് ഈ ജിസ്മോൻ പറയുന്ന നേരത്തെ പാർട്ടികളുടെ ഈ ശബരിനാഥൻ ഉയർത്തിയ ചോദ്യത്തിന് മറുപടി പറയുന്നതിനോടൊപ്പം എന്തുണ്ട് ഈ പട്ടികയിൽ പുതുതായി 2019 അപേക്ഷിച്ച് 2024 LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ എന്ത് പുതുമയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്ത് മെസ്സേജാണ് നിങ്ങൾ ഈ വോട്ടർമാരുടെ മുന്നിൽ വെക്കാൻ പോകുന്നത്? പോപ്പുലാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ഒരൊറ്റ തന്ത്രമല്ലേ യഥാർത്ഥത്തിൽ ഈ ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയിലുമുള്ളൂ? വിന്നബിലിറ്റിയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വടകരയിൽ ഒഴിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥി നിർത്താനുള്ള ധൈര്യം ഉണ്ടായിട്ടുള്ളൂ ഇടതുമുന്നണിക്ക്? അല്ല അരുണെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 സീറ്റുകളിലും വിശ്വാസയോഗ്യമായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ജനങ്ങളുമായി വളരെ അടുത്ത് ബന്ധമുള്ള സ്ഥാനാർത്ഥികളായിരിക്കും നിർത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തീർച്ചയായും അതിനകത്ത് വനിതകളുണ്ടാകും, യുവാക്കളുണ്ടാകും. അതുപോലെ തന്നെ എല്ലാ പരിഗണനകളും വെച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക തന്നെയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പട്ടിക, അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക, പക്ഷേ നമ്മുടെ മുന്നിലുള്ള വസ്തുതയല്ലാതായി മാറുന്നില്ല. വിന്നബിലിറ്റിയുള്ള മണ്ഡലങ്ങളിലേക്ക് സ്ത്രീ സാന്നിധ്യം ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്നത് കുറവാണ്. ഇനി ശരി, ആ പരിമിതി ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, നിങ്ങൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ പോകുന്നത്? കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുമ്പോൾ 7 മാസത്തെ പെൻഷൻ കുടിശ്ശികയുമായിട്ട് നിൽക്കുന്ന മറിയ ചേച്ചിയുടെ മുന്നിലേക്കാണ് കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കാനായി പോകുന്നത്. നവകേരള സദസ്സടക്കം സൃഷ്ടിച്ചിരിക്കുന്ന വലിയ ഭരണവിരുദ്ധ വികാരത്തിന്റെ മുനയിൽ നിന്നുകൊണ്ട് ഈ സർക്കാർ എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ പോവുക? അല്ല അരുണ, ഞങ്ങൾ ഇതിനേക്കാൾ വലിയ പ്രചരണമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളും കോൺഗ്രസും BJPയും എല്ലാം ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായി വലിയ പ്രചരണം നടത്തിയിരുന്നു. അന്ന് എത്ര സീറ്റിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തികച്ചും രാഷ്ട്രീയമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയം, കാരണം കോൺഗ്രസിൻ്റെ ഒരു ജീർണതയുള്ള സമീപനം കേരളത്തിലെ കോൺഗ്രസ് ഇന്നിപ്പോൾ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ UDF കഴിഞ്ഞ 2019 ഒരുപാട് ജീർണാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പരസ്പരം ഗ്രൂപ്പും അതുപോലെ തന്നെ തർക്കങ്ങളും എല്ലാം ഉണ്ടാകുന്നു. ഘടകകക്ഷിയിലെ ഏറ്റവും പ്രമുഖ കക്ഷിയായിട്ടുള്ള ലീഗുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ വളരെ വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടാൻ പോകുന്നത്. ഞാനൊന്ന് പറഞ്ഞു തീർത്തോണ്ടായിരുന്നു. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരുണിനുള്ള അഭിപ്രായമല്ല കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. 140 നിയോജകമണ്ഡലങ്ങളിലും കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഴുവൻ മന്ത്രിമാരും ചെല്ലുന്ന പരിപാടിയിൽ 10,000-കണക്കിന് പേരാണ് ആ മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേർന്നത്. അതിനെതിരായിട്ട് സമരം സംഘടിപ്പിച്ചിരുന്നു. എത്ര ശതമാനമാണ് നവകേരള സദസ്സിലെ പരാതികൾ പരിഹരിച്ചത്? താങ്കൾക്കൊന്ന് പറയാൻ കഴിയുമോ? അല്ല ഞാൻ പറഞ്ഞല്ലോ, അരുൺ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ്. അരുൺ സൂചിപ്പിച്ചത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാജയമായിരുന്നു എന്നുള്ള തരത്തിൽ 10,000-കണക്കിന് പേരെ ശതമാനം പരാതികൾക്ക് പരിഹാരമായി കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നിട്ടുള്ളത്. കേന്ദ്രത്തിൽ നിന്ന് ഈ സർക്കാർ പണം തരുന്നില്ല എന്നതായിരുന്നു നിങ്ങളുടെ നവകേരള സദസ്സിനെതിരായി നവകേരള സദസ്സിനെതിരായി നവകേരള സദസ്സിനെതിരായി UDF സമരം സംഘടിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ? കാരണം കുറ്റവിചാരണ സദസ്സ് എത്രയായിരുന്നു? വളരെ ശുഷ്കമായ പങ്കാളിത്തവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം. ഇപ്പോ പ്രതിപക്ഷ നേതാവ് പരിപാടി സംഘടിപ്പിക്കാൻ സർക്കാർ ഏജൻസി ഇല്ല, തൊഴിലുറപ്പില്ല, അംഗൻവാടി ടീച്ചർമാരില്ല, ആശാവർക്കർമാരില്ല, കണക്ക് കൊടുത്ത ബസ്സിൽ കൊണ്ടുവരാൻ സ്പോൺസർഷിപ്പ് കൊടുത്താൽ വരാനുള്ള MLA-മാരും ഇല്ല. അതവിടെ നിൽക്കട്ടെ. തീർച്ചയായും പക്ഷേ എന്റെ ചോദ്യം, നവകേരള സദസ്സിൽ എത്ര ശതമാനം പരാതികൾ പരിഹരിച്ചു? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട്, കാരണം ആ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലാണ്. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ വെച്ച് നമ്മുടെ പട്ടയ വിതരണം 31,700 ചില്ലാൻ പേർക്കാണ് പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതികളുടെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ കൊടുത്ത അപേക്ഷകളുമായി സാധ്യമായ പരാതികളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഗവൺമെന്റ്
രണ്ടാവുന്നു. കേട്ടില്ല 45 ദിവസത്തിനുള്ളിൽ നവകേരള സദസ്സിലെ പരാതികൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ, സംസ്ഥാന തലത്തിൽ ഏകോപിപ്പിച്ച് പരിഹാരം കണ്ടെത്തും എന്നതായിരുന്നല്ലോ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. ഇപ്പോൾ ഇത് 60 ദിവസമാവുന്നു. എവിടെ? എത്ര ശതമാനം? അല്ല നമ്മൾ 45 ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന എല്ലാ പരാതികളും പരിഹരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് മറ്റ് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നിയമപരമായ പ്രതിസന്ധികളുള്ള വകുപ്പുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി അത് പരിഹരിച്ച് സാധ്യമായ എല്ലാ പരാതികളും ഇടപെടലുകളുമായി മുന്നോട്ട് ശ്രദ്ധിക്കപ്പെടുന്ന പെൻഷൻ 7ാമത്തെ മാസത്തിലേക്ക് കുടിശ്ശികയായി എന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ സംസാരിക്കുമ്പോൾ അരുൺ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നു. കാരണം കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിനിധി സംസാരിച്ചപ്പോൾ അരുൺ സമയം അനുവദിച്ചിരുന്നു. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ, കാരണം ഞാനിവിടെ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ജീർണതയും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളുമെല്ലാം ഈ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ സാധ്യതയാണ് കേരളത്തിൽ തുറന്നു കൊടുക്കുന്നത്. പിന്നെ BJPയുടെ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് 10 സീറ്റിൽ ജയിക്കും, അല്ലെങ്കിൽ BJP വലിയ വിജയം നേടുമെന്നുള്ളതാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ കേരളത്തിൽ ഉണ്ടാകും. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഓഫീസും പണിത് ഈ ശ്രീധരനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി കാത്തിരുന്നവരാണ് BJPക്കാർ. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് കൂടി പൂട്ടിക്കെട്ടി കേരളത്തിൽ കൊടുത്തു എന്നുള്ളതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്. അപ്പോൾ UDFനെയും അതുപോലെ തന്നെ BJPയെയും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ, ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണം, ആ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിലയിരുത്തൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അങ്ങനെ വന്നാൽ എന്താണ് ഫലം എന്നുള്ളതിലാണ് ഇടതുമുന്നണി പ്രവർത്തകർക്ക് ആശങ്കയുള്ളത്. താങ്കൾ അത്ര ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞതിൽ അങ്ങയുടെ വകുപ്പിലെ ഭക്ഷ്യമന്ത്രിക്ക് പോലും പരാതികളുണ്ട് ഈ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ. എത്രയാണ് സപ്ലൈകോയ്ക്ക് കൊടുത്തിരിക്കുന്ന വിഹിതം, ഈ മൃഗസംരക്ഷണ വകുപ്പിന് കൊടുത്തിരിക്കുന്ന വിഹിതം? അതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ സാധാരണക്കാരൊക്കെ അതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു ചെറിയ ഇടവേളയ്ക്ക് പോകുന്നു, ഇടവേള കഴിഞ്ഞ് മടങ്ങി വരാം. ശബരിനാഥ്, ഐക്യജനാധിപത്യ മുന്നണിയിലെ ഐക്യം നഷ്ടപ്പെട്ട അനൈക്യ ജനാധിപത്യ മുന്നണിയായി മാറുമ്പോൾ ഇടതുമുന്നണിക്ക് സാധ്യതകൾ ഏറെയാണ് എന്നതാണ് ജിസ്മോന്റെ തിയറി. ശബരിനാഥിലേക്ക് വരാം. വെൽക്കം ബാക്ക്. കരുത്തന്മാർക്ക് കരുക്കൾ എന്തുണ്ട് കളത്തിൽ എന്നതാണ് ചോദ്യം. കെ ശബരിനാഥ്, നേരത്തെ ജിസ്മോൻ സൂചിപ്പിച്ചത് ഐക്യജനാധിപത്യ മുന്നണി ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ വേണ്ടത്ര ഐക്യമില്ലാതെയാണ്. ലീഗ് ഉടഞ്ഞു നിൽക്കുകയാണ് മൂന്നാമത്തെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്ന് പോലും നേതാക്കൾ പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ 2019 രാഹുൽ ഗാന്ധിയുടെ വരവിൽ വലിയ ആവേശം ഉൾക്കൊണ്ട ഐക്യജനാധിപത്യ മുന്നണിയിലെ കെട്ടുറപ്പ് ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയിലില്ല. അപ്പുറത്ത് മാണിസാറിൻ്റെ പാർട്ടിയും പോയി. അപ്പോൾ കോട്ടയത്തും കാര്യങ്ങൾ വേറൊരു രീതിയിലാണ്. സഭാ രാഷ്ട്രീയം മറ്റൊരു വഴിക്ക് നിൽക്കുന്നു. സമസ്തയ്ക്ക് താല്പര്യമുള്ള KS ഹംസയെ തന്നെ, അതായത് 2 സമസ്ത വിഭാഗങ്ങൾക്കും താല്പര്യമുള്ള KS ഹംസയെ പൊന്നാനിയിൽ ഇറക്കുന്നു. അങ്ങനെ ഒട്ടേറെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് എന്നതിലാണ് BJPയുടെ പ്രതീക്ഷയും. ശബരിനാഥ്, ആ ഐക്യം നഷ്ടപ്പെട്ടോ? അതിലൊരു ആത്മവിശ്വാസക്കുറവുണ്ടോ 3ാം സീറ്റിൽ ഉടക്കി നിൽക്കുമ്പോൾ? അല്ല, ഡോക്ടർ അരുൺ, സാധാരണ ഇലക്ഷന് പോകുമ്പോൾ കക്ഷികൾ പറയുന്നത് നമ്മളുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും ഭരണകക്ഷിയാണെങ്കിൽ വികസനം പറഞ്ഞുകൊണ്ടും നമ്മൾ വോട്ട് ചോദിക്കുന്നുള്ളതാണ്. ഇത്തവണ ജിസ്മോൻ പറഞ്ഞതിന് കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള വികസനം പറഞ്ഞോ അവർക്ക് വോട്ട് ചോദിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അവർ കോൺഗ്രസിനകത്തും UDFനകത്തും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ പോകുന്നത്. ഇവിടെ എങ്ങനെ വികസനം പറഞ്ഞ് വോട്ട് പിടിക്കും? ഇന്ന് രാവിലെ ഞാൻ കണ്ടു TV-യിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുകയായിരുന്നു. അതിനകത്ത് വെച്ച് അദ്ദേഹം തന്നെ പറയുകയാണ്, സ്കൂളിൻ്റെ ചെലവുകൾക്ക് വേണ്ടി ഉച്ചക്കഞ്ഞി അടക്കമുള്ള അല്ലെങ്കിൽ പരീക്ഷ നടത്തുന്നതിൻ്റെ ചിലവൊക്കെ നിങ്ങളിപ്പോൾ വഹിച്ചോണം, പിന്നെ എപ്പോഴെങ്കിലും ആ പൈസ തിരിച്ചു തരാമെന്ന് മന്ത്രി തന്നെ പ്രസ് കോൺഫറൻസിൽ പറയുകയാണ്. ഇവിടെ സ്കൂളിൽ പരീക്ഷ നടത്താൻ, SSLC പരീക്ഷ പടിവാതിക്കലായി, പരീക്ഷ നടത്താനുള്ള പണം പോലും കരുതാത്ത ഈ സർക്കാരിന്, പെൻഷൻ കൊടുക്കാത്ത ഈ സർക്കാരിന്, ഈ ജിസ്മോൻ്റെ പാർട്ടിയിലെ മന്ത്രിക്ക് ഫണ്ട് അലോട്ട് ചെയ്യാൻ പോലും പറഞ്ഞു ബഡ്ജറ്റിൽ. ഈ ക്ഷീരവികസന വകുപ്പ് അടക്കമുള്ള വകുപ്പുകളിലേക്ക് ഫണ്ട് പോലും കൊടുത്തിരുന്ന മനസ്സിലാക്കുന്നത്. പിന്നാണ് അവർ ചർച്ച കഴിഞ്ഞപ്പോൾ കൂടുതൽ ഫണ്ട് അലോട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ തകർന്നിരിക്കുന്ന, അഴിമതിയിൽ മുങ്ങിയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് തന്നെ ചോദ്യങ്ങൾ വരുന്ന ഒരു സമയത്ത് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ CPM-നും LDF-നും
ഇല്ല, കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള നിലപാടുണ്ടല്ലോ. ഈ വിഷയം ആദ്യമായി ലോക്സഭയിൽ ഉന്നയിക്കുന്നതും കേന്ദ്രത്തിൻ്റെ വിഷയങ്ങളും മാറി 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് എം പിമാരുമാണ്. പക്ഷേ ഇവിടുത്തെ തെറ്റുകൾക്ക് കാരണം കേന്ദ്രത്തിന് നിലപാടാണെന്നുള്ള ഒരു പരിപ്രേക്ഷ നറേറ്റീവ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ശരിയില്ല എന്നുള്ളതാണ് അഭിപ്രായം. കേരളത്തിൻ്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം കേരള സർക്കാരാണ്. രണ്ടാമത്തെ കൂട്ടുത്തരവാദിത്വം ഉള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞ UDF-നകത്ത് ഒരു വിഷയങ്ങളുമില്ല. നിങ്ങൾ പല ആളുകളുടെയും പേരൊക്കെ പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥി ഞാൻ ചെറുതാക്കിയും കാണുന്നില്ല, വലുതാക്കിയും കാണുന്നില്ല. പക്ഷേ നിങ്ങളിപ്പോൾ പൊന്നാനി വെക്കുന്ന സ്ഥാനാർത്ഥിയൊക്കെ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലത്തിന് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ചും മകളെക്കുറിച്ചും ഏതൊരു കോൺഗ്രസ്സുകാരൻ പറയുന്നതിനേക്കാളും ഏതൊരു UDF-കാരൻ പറയുന്നതിനേക്കാളും കുറിച്ച് ആവേശത്തോടു കൂടി പറയുന്ന പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയെ എങ്ങനെ ഇറക്കി എന്നുള്ളത് ഇനി പൊന്നാനിയിലെ CPM-കാർക്ക് ഈ വീഡിയോ കണ്ട് ദഹിക്കണം എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ വലിയൊരു ദഹനക്കേട് ആ വിഷയത്തിലൊക്കെ CPM-ഉം LDF-ഉം നേരിടാൻ പോവുകയാണ്. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ UDF MP ചെയ്ത വികസനം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എടുത്തിട്ടുള്ള നയത്തിൻ്റെ പേരിലാണ് പോകുന്നത്. പിന്നെ ഇവിടെ വീണ്ടും ഈ കരുത്തരാണെന്നുള്ള പരിപ്രേക്ഷ ശ്രീമതി ടീച്ചർ അത്ര ചെറുതാണെന്ന് സജീവൻ പറഞ്ഞതോട് ഞാൻ അംഗീകരിക്കുന്നില്ല. അവർ MP ആയിരുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ MP ലോക്സഭയ്ക്കകത്തിരുന്ന് പിന്നെ എന്തുമാത്രം ഇംഗ്ലീഷ് പറഞ്ഞു, എന്ത് ഹിന്ദി പറഞ്ഞു എന്നൊക്കെയാണെങ്കിൽ പല CPM-ന്റെ പഴയ MP-മാരുടെ ചരിത്രത്തേക്ക് പോകേണ്ടി വരും. ചുരുങ്ങിയത് 2-3 മണ്ഡലങ്ങളെങ്കിലും ആലത്തൂർ മണ്ഡലത്തിൽ വരാൻ പോകുന്നത് രാധാകൃഷ്ണനാണ്. അപ്പുറത്ത് നിൽക്കുന്നത് രമ്യ ഹരിദാസാണ്. ആലത്തൂരിലെ പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഈ രാധാകൃഷ്ണന് സവിശേഷമായ ജനകീയ പിന്തുണയുണ്ട്. അങ്ങനൊരു നേതാവിനെയാണ് അവിടെ ഇറക്കിയിരിക്കുന്നത്. വടകരയിൽ ശൈലജ ടീച്ചറിനെ ഇറക്കുന്നു, ചാലക്കുടിയിൽ രവീന്ദ്രനാഥിനെ ഇറക്കുന്നു. പറയാൻ എന്തുണ്ട് രവീന്ദ്രനാഥിനെതിരെ? സ്ഥാനാർത്ഥിക്കെതിരെ ഒരു വാക്കുപോലും പറയാൻ രവീന്ദ്രനാഥിനെതിരെ ഇല്ല, ആലത്തൂരിൽ ഇല്ല. അപ്പോൾ സ്വാഭാവികമായും കരുത്തർ എന്ന് പറയുന്നത് ആ അർത്ഥത്തിലുള്ള ജനപ്രിയതയാണ്. ഇല്ല, ഞാൻ മറിച്ച് ചോദിക്കട്ടെ. ഇവിടെ രമ്യ ഹരിദാസിനെ പോലെ വളരെ ആക്റ്റീവായിട്ടുള്ള, വളരെ താഴെത്തട്ടിൽ നിന്ന് വന്നിട്ടുള്ള, വളരെ ആക്റ്റീവായിട്ട് മണ്ഡലത്തിലുള്ള ആ സ്ഥാനാർത്ഥി MP-യെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? അത് ജനങ്ങൾക്ക് പരാതിയൊന്നുമില്ല. ആ പ്രദേശത്ത് പോകുന്ന ഒരാളാണ്. ജനങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിനെതിരെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ മത്സരിക്കുന്നു. ഇത് പൊളിറ്റിക്സ് അല്ലേ? രണ്ടാളുകൾ മത്സരിക്കണം. അതിൽ എത്രയോ പ്രബലന്മാരുടെ ജയിച്ചിട്ടുണ്ടോ, തോറ്റിട്ടുണ്ട്. ലീഡർ ശ്രീ K കരുണാകരൻ അടക്കമുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ എത്രയോ വലിയ സ്റ്റോൾവേർഡ്സ് അടക്കം പല ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്, തോപ്പിച്ചിട്ടുള്ളതല്ലേ? അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ആത്യന്തികമായ ആളുകൾ നോക്കുന്നത് പൊളിറ്റിക്സ് ആണ്. എന്തിന് വോട്ട് കൊടുക്കുന്നുള്ളത്. ആ കൊടുക്കുന്ന വോട്ട് കേന്ദ്രത്തിൽ BJP ഇറക്കണമെങ്കിൽ കേരളത്തിലെ CPM നയങ്ങൾക്കെതിരെ കോൺഗ്രസ് തിരികെ അധികാരത്തിൽ വരണമെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് വോട്ട് വരുന്നത്. നിങ്ങൾ വെച്ചിരിക്കുന്ന ഈ പറഞ്ഞ പ്രബലന്മാരെക്കാളും ഒരു പിടി മുന്നിൽ തന്നെയാണ് വരാൻ പോകുന്ന UDF 20 സ്ഥാനാർത്ഥികൾ. ഒരു സംശയവും വേണ്ട. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ആ മണ്ഡലത്തിൽ ചെയ്തതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം അവിടുത്തെ വോട്ടർമാർക്കുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, നമ്മളൊരു ലീഡിംഗ് ആയ പൊസിഷനിലേക്ക് പോകുന്നില്ല. പക്ഷേ അവിടെ ഒരിക്കലുമില്ല. അല്ല, ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. അല്ല, ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ശ്രീ തോമസ് ഐസക്കായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക തകർച്ചയുടെ രണ്ടാമത്തെ ഉത്തരവാദിത്വം ശ്രീ തോമസ് ഐസക് അല്ലേ? കോൺഗ്രസ് അത് പറയും. ഇഡിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ തോമസ് ഐസക് പാർലമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് വേണമെന്ന് ശബരിനാഥനും ആഗ്രഹമില്ലേ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ പറയട്ടെ, അതിനേക്കാളും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് എത്രയോ MP-മാർ കോൺഗ്രസിലുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നലെ ശ്രീ ആന്റണി പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് എത്ര MP-മാർക്ക് പുതിയൊരു കഴിഞ്ഞ കാലങ്ങളിൽ BJP കേരളത്തിൽ പണം കൊടുക്കുന്ന സമയത്ത് പുതിയൊരു കേന്ദ്രീയ വിദ്യാലയം പ്രകടനം ആ മണ്ഡലത്തിൽ ആന്റോ ആന്റണിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ? മറുഭാഗത്ത് നിൽക്കുന്നത് അങ്ങനല്ല. കേന്ദ്രവുമായിട്ട് നിയമപരമായി ഇപ്പോഴും ആളാണ് തോമസ് ഐസക്. തോമസ് ഐസക് ED 10 പ്രാവശ്യം വിളിച്ചിട്ട് പോവാതെ മുങ്ങി ഇറക്കുന്ന ആൾ. ഞാൻ ഐസക് സാറിന് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക തകർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം 7 വർഷത്തിന് ശേഷം ശ്രീ തോമസ് ഐസക് ആണെന്നുള്ളത് ഉത്തരവാദിത്തോടെ ഞാൻ പറയുകയാണ്. ഞാൻ സഭയിൽ അദ്ദേഹത്തിന് വ്യക്തിബന്ധമൊക്കെ മറ്റൊരു കാര്യം. പക്ഷേ ആ പൊളിറ്റിക്സ് കോൺഗ്രസ് പറയും. ഇവിടെ കോന്നി പോലെ ഒരു നിയോജകമണ്ഡലത്തിൽ ലോക്സഭയിൽ കോന്നിയിൽ ഒരു ആദിവാസി മേഖലയിൽ പുതിയ KV കൊണ്ടുവന്നാണ് ശ്രീ ആന്റണി. അപ്പൊ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ പറയുന്നത് അതൊരു ബേസിൽ ഞാൻ പറയട്ടെ, ജനങ്ങൾ ഓഡിറ്റ് ചെയ്യട്ടെ. പക്ഷെ അല്ലാതെ പറയുമ്പോൾ ആ കരുത്തരെ ഇറക്കുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി ഇടതുമുന്നണി പറയുന്ന 2 കാര്യങ്ങളാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ശിവശങ്കർ,
ഭാരതരി കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മറുഭാഗത്ത് കേരൈസ് കൊടുക്കുന്നു, നല്ല കാര്യമാണ്. ഇരുവരും ഇങ്ങനെ അരിക്ക് വില കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം സുഭിക്ഷമായി അവർക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങൾ മറുഭാഗത്തുണ്ട്. ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രത്തിനെതിരെ ഈ ഇടതുമുന്നണിയും പിന്നീട് കോൺഗ്രസും മൃദുവായ ശബ്ദത്തിലെങ്കിലും ഈ സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതടക്കം കേരളത്തിലെ ജനങ്ങൾ ഈ പെൻഷൻ ഇല്ലാത്തതിനൊക്കെ കാരണം കേന്ദ്ര സർക്കാരാണെന്ന നിലപാടിലേക്ക് എത്തിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാവും. തൃശ്ശൂരിൽ ഈ സുരേഷ് ഗോപിയെ മാത്രം ഇറക്കിയതുകൊണ്ട് മൊത്തത്തിലൊരു തരംഗമുണ്ടാക്കാൻ കഴിയുമോ? അയോധ്യയൊന്നും കേരളത്തിൽ ഏശുന്നില്ലെന്നാണ് സർവേ ഫലം. അരുൺ, ഞാൻ 3 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ പൊളിറ്റിക്സിൽ പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ ജനപ്രിയതയെ മാത്രം ലാക്കാക്കി അല്ലെങ്കിൽ അത് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ എന്താകും അതിന്റെ പരിണിത ഫലമെന്ന് LDF തീരുമാനിക്കേണ്ടി വരും. LDF കുറച്ച് ആളെ കാണേണ്ടി വരും. കാരണം അത് ഒരുപക്ഷെ രാഷ്ട്രീയമായി അവർക്ക് പറയാൻ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. വ്യക്തികളുടെ രാഷ്ട്രീയമായ പിന്തുണയും അവരുടെ ഒരു ഔന്നിത്യവും മാത്രം പറയുന്ന ഒരു തിരഞ്ഞെടുപ്പിനെ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ലോക്സഭയിൽ, അല്ല പഞ്ചായത്തിലൊക്കെ അത് പക്ഷേ നടന്നേക്കാം, പഞ്ചായത്തിൽ നടക്കുന്ന പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വ്യക്തി നല്ലതാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മറ്റ് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി ജനങ്ങൾ നേരിടും. 2, ഇവിടെ LDF പ്രതിനിധി പറഞ്ഞതുപോലെ കേരളത്തിലെ BJP കാര്യം, 35 വർഷമായി നിങ്ങൾ അടക്കി ഭരിച്ച ബംഗാളിലെ CPM സ്ഥിതിയും അല്ലെങ്കിൽ LDF സ്ഥിതിയും 1 വർഷം പോലും ഭരിക്കാത്ത കേരളത്തിലെ BJP സ്ഥിതിയും ഒരേപോലെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ശരിയായി. അപ്പോൾ പൂർണ്ണമായിട്ടും കാര്യം ജനങ്ങൾക്ക് മനസ്സിലാവും. 2, മൂന്നാമത്തെ കാര്യം, ഇപ്പൊ എനിക്ക് തോന്നുന്നു പിണറായിയുടെ ഭക്തന്മാര് UDF കൂടുതൽ. ഞാൻ രാഷ്ട്രീയമായിട്ട് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ BJPക്കെതിരെയുള്ള കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഡോക്ടർ അരുൺ അത് ഇപ്പോൾ ഹരീന്ദ്രൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്തുകൊണ്ട് കണ്ടില്ല? ഈ കേരളത്തിലെ കണ്ണൂരിലെ ലീഡിംഗ് ക്രിമിനൽ അഡ്വക്കേറ്റ് ആണ് മറ്റേ K. സുധാകരന്റെ അടുത്ത സുഹൃത്ത് വലങ്കൈ. അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്താ പറഞ്ഞേക്കണേ? ഷാജി പറഞ്ഞതിനും അപ്പുറമുണ്ടൊരു രഹസ്യം. അന്വേഷണം പിണറായിയിൽ എത്തുമെന്ന് കണ്ടപ്പോൾ കോൺഗ്രസ് ഏറ്റവും സമുന്നതനായ നേതാവും UDF സ്ഥിരം ഒത്തുതീർപ്പുകാരനുമായ ഒരു ഘടകകക്ഷി മന്ത്രിയും കൂടി അന്വേഷണം അട്ടിമറിച്ചു. പിണറായിയെ അറസ്റ്റ് ചെയ്താൽ താൻ രാജിവെക്കുമെന്ന് ആ മന്ത്രി ഭീഷണിപ്പെടുത്തി. ഇതല്ലേ കോൺഗ്രസുകാരനായ, അടിയുറച്ച കോൺഗ്രസുകാരനായ, മുൻ CPM-കാരൻ വിരൽ വെട്ടിക്കളഞ്ഞ ഒരു കോൺഗ്രസുകാരൻ K. സുധാകരന്റെ റൈറ്റ് ഹാൻഡായ അഡ്വക്കേറ്റ്, അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയേക്കല്ലേ. ഇതിൽ പറം വലിയ UDF പ്രശ്നം എന്താ ഉള്ളത്? അപ്പൊ മുസ്ലിം ലീഗിന്റെ നേതാവ് പറയുന്നു, കോൺഗ്രസിലെ സുധാകരന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ KPCയുടെ നേതാവ് പറയുന്നു, പക്ഷെ ശബരീശൻ പറയാണ് പാർട്ടിയിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന്. ഇത് ജനങ്ങൾക്കറിയാം. പിണറായിയെ രക്ഷിക്കുവാനായിട്ട് UDF വലിയ സഖ്യം ഉണ്ടായിരിക്കുന്നു. പിണറായിയെ നിരന്തരം രക്ഷിച്ചിരിക്കുന്നു. ലാവ്ലിന്റെ കാര്യത്തിൽ രക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ TP ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ രക്ഷിച്ചിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ ലീഗും കോൺഗ്രസിൽ ഒരു വിഭാഗം കൂടിയിട്ട് അത് കഴിഞ്ഞത് എത്ര തവണ കഴിഞ്ഞിട്ടാ വന്ന? വർഷങ്ങൾ എത്ര കഴിഞ്ഞു? ഇത് CBI അന്വേഷണത്തിലൊക്കെ എത്ര തവണ മെറിറ്റിലൊക്കെ മാറ്റിവെച്ചു? അതൊക്കെ പറ്റും. അപ്പൊ ഈ കാര്യത്തിൽ അല്ല, ഈ നിങ്ങൾ TP ചന്ദ്രശേഖരന്റെ കാര്യത്തിലും ഇന്ന് നടന്ന കാര്യത്തിലും ഫേസ്ബുക്ക് പോസ്റ്റ് CPM-നെ എതിരെ പറയുമ്പോൾ TP ചന്ദ്രശേഖരനെ കുറിച്ച് പറയുമ്പോൾ സംസ്ഥാനത്തെ KPCC പ്രസിഡന്റിന്റെ വലങ്കൈ എന്ന് പറയുമ്പോൾ ഇവിടെ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു. വല്ലാത്ത രീതിയിൽ ലീഗും കോൺഗ്രസും തമ്മിൽ ഉടക്കി നിൽക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാവുന്നുണ്ടോ? അതാണ് ജിസ്മോൻ നേരത്തെ സൂചിപ്പിച്ചത്. ഐക്യമുന്നണിക്ക് ആ ഐക്യം നഷ്ടപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. 2019 ബന്ധപ്പെടുത്തരുതെന്ന് പറയുമ്പോൾ 3ാം സീറ്റിന് നമ്മൾ അസാധാരണമായ രീതിയിൽ ലീഗ് ഇടഞ്ഞു നിൽക്കുന്നതായൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ടോ സജീവൻ? അങ്ങനെയല്ല ഉള്ളത് സംഭവം. ലീഗും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ലീഗ് കുറേ കാലമായിട്ട് 3ാം സീറ്റിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടാറുള്ളതാണ്. അത് അവസാനം ഒരു പരിഹാരത്തിലേക്ക് പോകും. രാജ്യസഭാ സീറ്റ് കൊടുത്തുകൊണ്ടൊക്കെ പരിഹരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ UDF-നെ വേട്ടയാടാൻ സാധ്യതയുള്ള പ്രശ്നം ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നമാണ്. നമുക്കിപ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ ഖാസി ഫൗണ്ടേഷൻ വന്നപ്പോൾ സമസ്തയിലെ തന്നെ കുറേ നേതാക്കന്മാർ അതിലൊക്കെ പങ്കെടുപ്പിച്ചു. അത് ലീഗ് അനുകൂലികളായിട്ടുള്ള നേതാക്കന്മാരാണ്. അതേ സമയത്ത് വളരെ ശക്തമായിട്ട് ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ശബരിനാഥൻ പറഞ്ഞല്ലോ ഈ സ്ഥാനാർത്ഥി ഹംസയുടെ കാര്യം. ഹംസ നേരത്തെ LDF-നെതിരെ പറഞ്ഞിട്ടുണ്ടാവാം, പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കാണേണ്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞ പല ആളുകളും അവസാനം ഇപ്പം മഞ്ചേരി ഇപ്പോൾ മലപ്പുറമായിട്ടുള്ള മഞ്ചേരി, അവിടെ ഹംസയുടെ ജയം ലീഗിൽ നിന്ന് പിടിച്ചെടുത്താണ്. അതേപോലെ നിലമ്പൂരിൽ അവിടെ അൻവർ ജയിച്ചു.
തവനൂരിൽ KT ജലീൽ ജയിച്ചു, കുറ്റിപ്പുറത്ത് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് ജലീൽ ജയിച്ചു. ശരിയാണ്. അതേപോലെ വീഴാത്ത ഒരു കോട്ടകളും കേരളത്തിലില്ല ജയിച്ചു. എന്ന് വേണമെങ്കിൽ ഇവരൊക്കെ പറയാം. ആ അർത്ഥത്തിൽ ഈ മൂന്ന് മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകവുമാണ്. നേരത്തെ സജീവൻ സൂചിപ്പിച്ചതുപോലെ ആ കോട്ടകളിൽ ഇനി കരുത്തന്മാരിറങ്ങുമ്പോൾ എന്താണ് കരുക്കളുള്ളത് എന്നതായിരുന്നു ചോദ്യം. അതിഥികൾക്കെല്ലാം നന്ദി. ജിസ്മോൻ, ഒപ്പം K ശബരിനാഥൻ, PR ശിവശങ്കർ, A സജീവൻ ചർച്ചയിൽ ചേർന്നതിന്. Debate with Arun Kumar.